പ്രിയപ്പെട്ട യോഗിജി, ഇങ്ങനെ കള്ളവും വെറുപ്പും പറയുന്നത് നമ്മൾ ഹിന്ദുക്കൾക്ക് നാണക്കേടാ. അങ്ങയോട് താഴ്മയായി അഭ്യർത്ഥിക്കാനുള്ളത്, ഈ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ അങ്ങൊരു മുഖ്യമന്ത്രി മാത്രമല്ല, ഒരു യോഗി കൂടെയാണ്, അങ്ങ് ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ കാഷായ വസ്ത്രവും കാവ്യ വസ്ത്രവും ഒക്കെ ധരിക്കുന്നത് വളരെ പവിത്രമായിട്ടാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹം ഇന്ന് മനോരമ അടക്കം, മനോരമ എന്ന് പറഞ്ഞാൽ പൊതുവേ ഈ ഹിന്ദു സെന്റിമെന്റ്സും ഫോർവേഡ് കാസ്റ്റ് ഹിന്ദു സെന്റിമെന്റ്സിനെ ഏറ്റവും കൂടുതൽ കേറ്റർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മീഡിയ ഹൗസാണ്. അവരുടെ ഡൽഹി ബ്യൂറോ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 100 മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ 50 ഹിന്ദുക്കൾക്ക് സുരക്ഷിതരായി ഇരിക്കാനാവില്ല. എന്ത് തരം പരാമർശമാണ് ജി? അദ്ദേഹം അതിന് ബംഗ്ലാദേശും പാകിസ്ഥാനും ഉദാഹരണം നോക്കെ ചൂണ്ടിക്കാണിക്കുന്നു. ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, ആ രാജ്യത്തിന്റെ ഭാഗമായി കലാപം ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി, ഇല്ലെന്നല്ല. പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദു കുടുംബങ്ങൾക്ക് കാവലിരുന്നത്, ഹിന്ദു അമ്പലങ്ങൾക്ക് കാവലിരുന്നത് അവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥി സംഘടനകളാണ്, അവിടുത്തെ മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. ലോകം മുഴുവൻ ആ ചിത്രങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അതായത് അവരുടെ നാട്ടിൽ ആഭ്യന്തരമായ വലിയൊരു പവർ സ്ട്രഗിൾ നടക്കുമ്പോൾ പോലും തങ്ങളുടെ ഹിന്ദു സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി നമ്മുടെ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കുകയും നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഹിന്ദു കുടുംബങ്ങൾക്കും കാവൽ നിന്നത് അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളാണ്. ഇനി യോഗിജിക്ക് വേണ്ടി ഞാൻ ചില കണക്കുകൾ, അതായത് ഇത് ഇന്റർനെറ്റിൽ നിന്ന് എടുത്തതാണ്, ചാറ്റ് GPT അടക്കമുള്ളതിൽ. ലോകത്തിലെ ഏതൊക്കെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഹിന്ദു ജനസംഖ്യയും പെർസെൻറ്റേജുമാണ്? ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. അവിടെ 42 ലക്ഷം ഹിന്ദുക്കളുണ്ട്. 1.6% അവിടെ ഹിന്ദുക്കളുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായ കേട്ടിട്ടുണ്ടോ? എൻ്റെ അമ്മ ഈ അടുത്തിടയ്ക്ക് അവിടെ ബാലിയിൽ പോയിരുന്നു. ബാലി പ്രധാനമായിട്ട് ഒരു ഹിന്ദു എന്താ പറയുക സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഹിന്ദു രാജ്യമാണോ, ഹിന്ദു ഐലൻഡ് ആണ് എന്നൊക്കെ പറയാം. അവിടെ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ജീവിക്കുന്നില്ലേ? അവിടുത്തെ ഒരു രാജകുമാരി ഇസ്ലാം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് മതപരിവർത്തനം കൂടെ ചെയ്യുകയും അവരവരുടെ കാര്യങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മലേഷ്യയിൽ ഏകദേശം ഹിന്ദുക്കൾ 5.5%, 5.8%. നമ്മുടെ കബാലി സിനിമ, നമ്മുടെ രജനീകാന്തിന്റെ കബാലിയൊക്കെ മലേഷ്യ പശ്ചാത്തലമാക്കിയാണ് എടുത്തത്. 5-6% അവിടെ ഉള്ളത്. നമ്മൾ ഏകദേശം 20 ലക്ഷം ഹിന്ദുക്കൾ കാണും. ഞാൻ മലേഷ്യയിൽ അമ്പലങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശനൊക്കെ മലേഷ്യയിൽ കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ കണ്ടിട്ട്, അവിടെ തൈപ്പൂയമൊക്കെ അവധിയാണ്. അവിടെ മലേഷ്യയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നമ്മുടെ എല്ലാം മലയാളികളുടെ രണ്ടാം വീടെന്ന് വിളിക്കുന്ന നമ്മുടെ അറബി നാട്ടിലെ UAE, അവിടെ 7.7% ഹിന്ദു ജനവിഭാഗമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 6,60,000-ഓളം ഹിന്ദു ജനതയുണ്ട്. അവിടുത്തെ അറബി സുൽത്താൻമാരും രാജാക്കന്മാരും അല്ലേ നമ്മുടെ മോദിജിക്ക് ഇനോഗ്രേറ്റ് ചെയ്യാൻ അവിടെ ഒരു അമ്പലം തന്നെ, BAPS-ന്റെ അമ്പലമടക്കം അതിനുള്ള സ്ഥലമടക്കം ഫ്രീ ആയിട്ട് തന്നു. കുവൈറ്റിൽ ഏകദേശം 12%-ഓളം ഹിന്ദു ജനതയുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഏകദേശം 6 ലക്ഷത്തോളം ആൾക്കാർ. ഖത്തറിൽ ഏകദേശം 15%, ഒമാനിൽ 3%, സൗദി അറേബ്യയിൽ 1%. ഇവിടെ അതായത് മുസ്ലിങ്ങൾ ഭരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഏതെങ്കിലും ഹിന്ദുക്കളെ നിർബന്ധിത മതപരിവർത്തനം ചെയ്തതായിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ കേട്ടിട്ടുണ്ടോ? ഇനി പാകിസ്ഥാനിലേക്ക് വന്നാൽ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരാണ് അവിടെ പ്രശ്നം. ഇരു വിഭാഗങ്ങളിലുമുള്ള തീവ്ര സ്വഭാവമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റും തീവ്ര ഹിന്ദുത്വവാദികളുമായ രാഷ്ട്രീയക്കാർ പരസ്പരം പ്രശ്നങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇന്ത്യ വിഭജനത്തിന് തന്നെ കാരണമായത്. അതായത് ഇസ്ലാം മതവിശ്വാസി അല്ലാത്ത നിരീശ്വരവാദിയായ പന്നി ഇറച്ചി കഴിക്കുന്ന, മദ്യപിക്കുന്ന, മുസ്ലിങ്ങൾക്ക് ഹറാമായ മദ്യം കഴിക്കുന്ന ജിന്നയും, മുഹമ്മദ് അലി ജിന്നയും, നേരെ തിരിച്ച് വിശ്വാസി അല്ലാത്ത, പശു സംരക്ഷണത്തിൽ താല്പര്യം കാണിക്കാത്ത, ഹിന്ദു വിശ്വാസമില്ലാത്ത, ദൈവവിശ്വാസി അല്ലാത്ത, നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം, അതായത് ഗാന്ധിജിയൊക്കെ ഉയർത്തിപ്പിടിച്ച പശുവിലും ശ്രീരാമനിലും ഒന്നും വിശ്വാസമില്ലാത്ത വീര സവർക്കർ അടക്കമുള്ള ആൾക്കാർ. അദ്ദേഹം നമുക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ജിന്ന ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് പോരാടിയിട്ടുണ്ട്, അതിനെയും ബഹുമാനിക്കുന്നു. കാര്യം ജിന്നയാണ് ആദ്യകാലത്ത് ഒരുപാട് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയൊക്കെ ശ്രമിച്ചത്. പക്ഷേ നിരീശ്വരവാദികളും വിശ്വാസികളും അല്ലാത്ത ജിന്നയും സവർക്കറും ഒക്കെയാണ് ആദ്യകാലത്ത് വേറെ ഹിന്ദു രാജ്യം വേണം, മുസ്ലിം രാജ്യം വേണോ എന്ന് പറഞ്ഞത്. ഒന്ന് ഓർക്കുക, ഈ ഏതെങ്കിലും രാജ്യത്ത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നമുക്ക് പ്രശ്നമുണ്ടോ? ഇന്തോനേഷ്യ, മലേഷ്യ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ അടക്കമുള്ള എത്ര രാജ്യങ്ങളുണ്ട്? 100 മുസ്ലിങ്ങളുടെ ഇടയിൽ 50 ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് എന്തൊരു വലിയ കള്ളമാണ് യോഗിജി, എന്തൊരു വലിയ തെറ്റാണ്. ദൈവത്തെ ഓർത്ത് അങ്ങൊരു മുഖ്യമന്ത്രി, രാഷ്ട്രീയക്കാർക്ക് പലതും പറയാം, രാഷ്ട്രീയക്കാർ പലതും പറയാറുമുണ്ട്. ഇപ്പൊ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ അത്രയും വലിയ കള്ളത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായി കാണില്ല. പുള്ളി RSS-കാരനും അല്ല, പഴയ നല്ല കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പൊ സ്ഥാനം കിട്ടാൻ വേണ്ടി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കുന്ന ഈ ചീപ്പ് പരിപാടി ഒരു കാരണവശാലും നമ്മുടെ നാടിന് ചേർന്നതല്ല, ഹിന്ദു സംസ്കാരത്തിന് ചേർന്നതല്ല.
അതുകൊണ്ട് അങ്ങയോടുള്ള UP-യിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെട്ടു. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ വളരെ പോസിറ്റീവാണ്. പക്ഷേ ഈ ഹിന്ദു മുസ്ലിം വിരോധമില്ലാത്ത രീതിയിൽ ഹിന്ദു ഐക്യം ഉണ്ടാക്കിക്കൂടെ? യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലും കേരളത്തിലും അടക്കം ഹിന്ദുക്കൾ വ്യത്യസ്ത ജാതികളായി വിഘടിച്ച് നിൽക്കുക. ഈ ജാതികളെ ഒരുമിപ്പിക്കാനായി മറുഭാഗത്തൊരു മുസ്ലിം ശത്രു ഉണ്ടെന്ന കള്ളം പറയുകയാണ്. നമ്മൾ ഹിന്ദുക്കൾക്ക് ഇത് മനസ്സിലാവില്ലേ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഇത്രയും ഈ ലോകം വളർന്ന ഇന്റർനെറ്റും ഡിജിറ്റൽ മീഡിയയും ന്യൂസും ഒക്കെ വായിക്കുന്നതല്ലേ നമ്മൾ. ഇങ്ങനെ ചുമ്മാ അങ്ങ് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? അപ്പൊ അതുകൊണ്ട് അങ്ങ് തീർച്ചയായിട്ടും ഒരു മഹന്തിന്റെ യോഗിയുടെ ഗോരഖ്നാഥ് ടെമ്പിളിന്റെ വലിയൊരു ലെഗസി ഉണ്ട്. അവർക്ക് മുഗൾമാരുമായിട്ട് നല്ല ബന്ധുവായിരുന്നു. അപ്പൊ ആ ലെഗസി അങ്ങ് കാത്തു സൂക്ഷിക്കണം. അതേപോലത്തുള്ള വ്യാജ പ്രചരണങ്ങളല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഈരാറ്റുപേട്ടയിൽ നിന്ന് 400 പെൺകുട്ടികൾ പോയി പോലത്തുള്ള കള്ളങ്ങളല്ല പറയേണ്ടത്. ചിരിക്കുന്നത് ലഘുവായ വിഷയമായതുകൊണ്ടല്ല. അങ്ങനെ തെള്ളിയിട്ട് അല്ല, അങ്ങനെ കള്ളം കാര്യമില്ല. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ഒരു യഥാർത്ഥ യോഗിയുടെ, യഥാർത്ഥ സന്യാസിയുടെ, അങ്ങനെ ഒരു ഹിന്ദു സന്യാസിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയുടെ പാതയിലേക്ക് അങ്ങ് വരണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ കള്ളവും വെറുപ്പും പറയരുത് എന്ന് വളരെ താഴ്മയായി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു.